നമ്മുടെയൊക്കെ വീട്ടിലെ ചൂട് ശൂന്യാകാശത്തേക്ക് വിട്ട് വീട് തണുപ്പിക്കാൻ പറ്റി എങ്ങനെയിരിക്കും? ഐഡിയ കൊള്ളാം അല്ലേ? പക്ഷെ നടക്കുമോ? നടക്കും. റേഡിയേറ്റീവ് കൂളിംഗ് ടെക്നോളജിയിലൂടെ അത് സാധ്യമാകും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ റേഡിയേറ്റീവ് കൂളിംഗ് ടെക്നോളജി? ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കണ്ടു നോക്കാം. ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആഗോള താപനില 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൂട് കൂടുമ്പോൾ തണുപ്പിക്കാൻ ഇപ്പോൾ പൊതുവെ എന്താ ചെയ്യുന്നത്? AC. പക്ഷേ AC പ്രവർത്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഗോള താപനില കൂടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ACയുടെ പൊതുവായിട്ടുള്ളൊരു പ്രവർത്തനം പറയുകയാണെങ്കിൽ ഒരു റൂമിലെ ചൂടെടുത്തിട്ട് അത് പുറത്തേക്ക് വിടും. പക്ഷേ ഈ AC പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ചൂടുണ്ടാകുന്നുണ്ട്. ഈ ചൂടും കൂടെ ചേർത്താണ് ഇത് പുറത്തേക്ക് വിടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ മുറിയിൽ നിന്ന് എത്രത്തോളം ചൂടെടുത്തോ അതിനേക്കാൾ കൂടുതൽ ചൂട് AC അന്തരീക്ഷത്തിലേക്ക് വിടും. അപ്പോൾ അന്തരീക്ഷ താപനില കൂടും. അതോടൊപ്പം ACയിലൊക്കെ റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസുകളാണ്. ഇതൊക്കെ AC കേടാകുകയോ മറ്റോ ചെയ്യുമ്പോഴൊക്കെ ലീക്കാകും. ലീക്കായി ഇത് അന്തരീക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചൂടിനെ പിടിച്ചു നിർത്തും. അപ്പോൾ ഇതും ആഗോള താപനില കൂടാൻ കാരണമാകും. പിന്നെ മറ്റൊരു കാര്യം, ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ 10% കൂളിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് പലപ്പോഴും ഫോസിൽ ഇന്ധനങ്ങളൊക്കെ കത്തിച്ചിട്ടായിരിക്കും. അങ്ങനെ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഹരിതഗൃഹവാതകങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ അന്തരീക്ഷത്തിലേക്ക് വരും. പിന്നെ ഈ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ ഒരുപാട് ഹീറ്റ് അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഹീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂടുമ്പോൾ ACയുടെ ഉപയോഗം കൂടും. അപ്പോൾ വീണ്ടും ആഗോള താപനില കൂടും, വീണ്ടും ACയുടെ ഉപയോഗം കൂടും. അതിങ്ങനെ മേളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അന്തരീക്ഷം ചൂടാകാതെ നമ്മുടെ മുറി തണുപ്പിക്കണമെങ്കിൽ നമ്മുടെ മുറിയിലെ ചൂട് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകുന്നതിന് പകരം അതിനും പുറത്തുള്ളൊരു സ്ഥലത്തേക്ക് പോകണം. ശരിക്കും പറഞ്ഞാൽ അതിന് പറ്റിയ സ്ഥലം ബഹിരാകാശമാണ്. അവിടുത്തെ താപനില -270 ഡിഗ്രി സെൽഷ്യസ് ആണ്. റേഡിയേറ്റീവ് കൂളിങ്ങിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ റേഡിയേറ്റീവ് കൂളിംഗ് പ്രവർത്തിക്കുന്നത്? ഇതിൻ്റെ അടിസ്ഥാന തത്വം തെർമൽ റേഡിയേഷനാണ്. എന്താണ് ഈ തെർമൽ റേഡിയേഷൻ? വെയിലടിച്ചാൽ നമുക്ക് ചൂട് തോന്നും അല്ലേ? എങ്ങനെ ഈ ചൂട് ഇവിടെ എത്തിയത്? സൂര്യനിൽ നിന്ന് ശൂന്യാകാശത്തിലൂടെ ഇൻഫ്രാറെഡ് തരംഗങ്ങളായിട്ടാണ് ആ ചൂട് ഇവിടെ എത്തുന്നത്. ഇൻഫ്രാറെഡ് തരംഗങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇത് പ്രകാശവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് ചൂടുള്ള ഏതൊരു വസ്തുവും അതിലുള്ള താപോർജ്ജത്തെ ഇങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കും റേഡിയേഷനായിട്ട്. ഹീറ്റ് റേഡിയേഷൻ. ഇതാണ് തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്നും ഇതുപോലുള്ള തെർമൽ റേഡിയേഷൻസ് പുറത്തോട്ട് പോകുന്നുണ്ട്. ഒരു തെർമൽ ഇമേജ് ക്യാമറയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ റേഡിയേഷൻ പ്രയോജനപ്പെടുത്തി നമുക്കെങ്ങനെ തണുപ്പുണ്ടാക്കാൻ പറ്റും? ഉദാഹരണത്തിന് നമുക്കൊരു പ്രതലം തണുപ്പിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് തണുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പുറത്തു നിന്നുള്ള ചൂട് ഇത് വലിച്ചെടുക്കാൻ പാടില്ല, അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടണം. അതോടൊപ്പം തന്നെ ഇതിലിപ്പോൾ ഉള്ള ചൂടിനെയും ഇത് പുറത്തേക്ക് എമിറ്റ് ചെയ്യണം ഇൻഫ്രാറെഡ് തരംഗങ്ങളായി. ഇത് രണ്ടും സംഭവിക്കുകയാണെങ്കിൽ ഈ പ്രതലം അന്തരീക്ഷ താപനിലയേക്കാൾ കുറഞ്ഞൊരു താപനിലയിലേക്ക് എത്തും. അതായത് തണുക്കാൻ തുടങ്ങും. അപ്പോൾ തണുപ്പുണ്ടാകണമെങ്കിൽ ഈ പ്രതലത്തിന് 2 സവിശേഷതകൾ വേണം. ഒന്ന്, ഹീറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടാൻ പറ്റണം. 2, ഹീറ്റിനെ ഇൻഫ്രാറെഡ് തരംഗങ്ങളാക്കി മാറ്റി എമിറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷേ ഈ രണ്ടാമത്തെ കാര്യത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ 780 നാനോമീറ്ററിനും 1 മില്ലിമീറ്ററിനും ഇടയിലുള്ള വേവ് ലെങ്ത് റേഞ്ചിലാണ് ഈ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ വ്യാപിച്ച് കിടക്കുന്നത്. ഈ റേഞ്ചിലുള്ള എല്ലാ ഇൻഫ്രാറെഡ് തരംഗങ്ങൾക്കും അന്തരീക്ഷത്തിലൂടെ കടന്ന് ശൂന്യാകാശത്തിലേക്ക് എത്താൻ പറ്റില്ല. അന്തരീക്ഷത്തിലുള്ള ഈർപ്പവും മറ്റു വാതകങ്ങളും ഒക്കെ ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തും. പക്ഷേ ഒരു പ്രത്യേക റേഞ്ചിലുള്ളത്, അതായത് 8 മൈക്രോമീറ്റർ മുതൽ 13 മൈക്രോമീറ്റർ വരെ വേവ് ലെങ്ത് ഉള്ള ഇൻഫ്രാറെഡ് തരംഗങ്ങൾക്ക് ഈ അന്തരീക്ഷത്തെയും കടന്ന് പുറത്തേക്ക് പോകാൻ പറ്റും. ഇതിനെ അറ്റ്മോസ്ഫിയറിക് ട്രാൻസ്പെറൻറ്റ് വിൻഡോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രതലം തണുക്കണമെങ്കിൽ ഈ പ്രതലത്തിൽ ഉള്ള താപത്തെ ഇതിന് 8 മൈക്രോമീറ്ററിനും 13 മൈക്രോമീറ്ററിനും ഇടയിലുള്ള ഇൻഫ്രാറെഡ് തരംഗങ്ങളാക്കി മാറ്റാൻ കഴിയണം.
ഈ മേഖലയിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു കമ്പനിയാണ് സ്കൈകൂൾ സിസ്റ്റംസ്. റേഡിയേറ്റീവ് കൂളിംഗ് സാധ്യമാക്കുന്ന പാനലുകൾ ഇവർ നിർമ്മിക്കാറുണ്ട്. നാനോ ടെക്നോളജിയും ഫോട്ടോണിക്സും ഉപയോഗിച്ച് അതിന് പറ്റിയ ഒരു മെറ്റീരിയൽ ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് 97% സൂര്യപ്രകാശത്തെയും റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവർ ഇതുപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ നല്ല വെയിലുള്ളപ്പോൾ പോലും അന്തരീക്ഷ താപനിലയേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയിലേക്ക് എത്താൻ ഈ കൂളിംഗ് പാനലുകൾക്ക് കഴിഞ്ഞു. ഗ്രാഫിൽ കാണുന്നത് പോലെ നട്ടുച്ചയ്ക്ക് അന്തരീക്ഷ താപനില 17 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോഴും പാനലിൻ്റെ താപനില 12 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇനി എങ്ങനെയാണ് ഈ കൂളിംഗ് പാനലിലെ തണുപ്പ് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നതെന്ന് നോക്കാം. അതിനായി ഈ പാനലിലൂടെ ഒരു പമ്പ് ഉപയോഗിച്ച് വാട്ടർ ഗ്ലൈക്കോൾ മിശ്രിതം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അഥവാ ഈ പാനലിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസിനും താഴെ പോയാലും വെള്ളം തണുത്തുറഞ്ഞ് ഐസാകാതിരിക്കാൻ വേണ്ടിയാണ് ഗ്ലൈക്കോളും കൂടി ചേർക്കുന്നത്. തണുത്ത വാട്ടർ ഗ്ലൈക്കോൾ മിശ്രിതം തണുപ്പ് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കയറ്റിവിടും. അപ്പോൾ ഈ മിശ്രിതം ചൂടാകും. ചൂടായി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഈ പാനലിലേക്ക് എത്തും, അത് തണുക്കും. അങ്ങനെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് റേഡിയേറ്റീവ് കൂളിംഗ് ടെക്നോളജിയുടെ പ്രയോജനങ്ങൾ നോക്കാം. ഒരു കാര്യം, ഇതിന് വളരെ കുറച്ച് ഊർജ്ജം മാത്രം മതി. ഈ വളരെ കുറച്ച് ഊർജ്ജം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു പമ്പ് പ്രവർത്തിക്കണം ആക്റ്റീവായിട്ട്. അത് മാത്രമാണ് ആക്റ്റീവായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ട ഊർജ്ജം മാത്രം നമ്മൾ കൊടുത്താൽ മതി. പിന്നെ മറ്റൊരു കാര്യം, ഇതിന് ചലിക്കുന്ന ഭാഗങ്ങളൊന്നും തന്നെയില്ല. കൂളിംഗ് പാനലിൽ ഒരു ഭാഗവും ചലിക്കുന്നില്ല. അതുകൊണ്ട് ഇതിന് തേയ്മാനമോ മറ്റ് മെയിൻ്റനൻസോ ഒന്നും ആവശ്യം വരില്ല. പിന്നെ മറ്റൊരു സവിശേഷത, ഇത് പ്രവർത്തിക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള ശബ്ദം ഉണ്ടാക്കുന്നില്ല. സൈലൻ്റ് ഓപ്പറേഷനാണ് ഇതിൻ്റേത്. പിന്നെ ഇത് ഒരു തരത്തിലുമുള്ള മലിനീകരണം പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഈ റേഡിയേറ്റീവ് കൂളിംഗ് ടെക്നോളജി ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ, അതായത് ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ മരുഭൂമികളിലൊക്കെ ഐസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതേ ടെക്നോളജി ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഈ റേഡിയേറ്റീവ് കൂളിംഗ് ടെക്നോളജിക്ക് ഏതൊക്കെ മേഖലകളിൽ വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.